ഹായ്. ഇത് ഏണിയൊക്കെ താങ്ങി പിടിച്ചോണ്ട് എങ്ങോട്ടാണെന്നല്ലേ? ഞങ്ങളുടെ ഗാർഡനില് ഇച്ചിരി പണിയുണ്ട്. ദേ, ഇത് കണ്ട നമ്മുടെ ഈ ഹാങ്ങിങ് പോട്ടിലെ ചെടി ഉണങ്ങി പോയിട്ട് ഇപ്പൊ കൊറേ ദിവസമായേ. അതൊന്ന് മാറ്റിയിട്ട് പുതിയത് വെക്കണം. അതിനുള്ള പരിപാടികളാണേ. എന്തിനാലും ചെന്ന് തൊടാൻ പേടി. എവിടെ എല്ലാം കടമ്പലുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കണ്ട എന്റെ ഫുള്ള് പോയി. നേരത്തെ എടുത്തിരുന്നെങ്കിൽ കുറച്ച് എന്തേലും കിട്ടിയെന്ന്. പറ്റിയതാണോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്തുള്ള ഈ മണ്ണ് എല്ലാം മാറ്റിയിട്ടെ നമുക്ക് പുതിയതായിട്ട് വളം നിറച്ചു കൊടുക്കേ. ഹാങ്ങിങ് പോട്ട് ആയതുകൊണ്ട് ഒരുപാട് വെയിറ്റ് വരാൻ പാടില്ല. നമുക്കിങ്ങനെ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഒത്തിരി ലൈഫ് കിട്ടത്തില്ല. പെട്ടെന്ന് തന്നെ പോട്ട് ചീത്തയായി പോവും. അതുമല്ല പൊട്ടി വീഴാനും സാധ്യതയുണ്ട് ഒരുപാട് വെയിറ്റ് ഉണ്ടെങ്കിൽ. ഞാൻ എടുക്കുന്ന പോട്ടിംഗ് മിക്സ് കാണിച്ചു തരേ. ഇതേക്കണ്ട, ഇത് നമ്മുടെ തേങ്ങ പൊടിക്കുന്ന തൊണ്ടാണ്. ഇത് മഴക്കാലം തുടങ്ങുമ്പം മണ്ണിങ്ങനെ കുറച്ച് താത്തി കുഴിയെടുത്തിട്ട് അതിനകത്ത് ഈ തൊണ്ടിങ്ങനെ നിരത്തിയിടും. അപ്പം പെയ്യുന്ന മഴവെള്ളം നമ്മുടെ ഭൂമിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും. കാര്യം ഞങ്ങൾക്കൊരു കിണറുണ്ട്. അപ്പൊ നമുക്ക് മുറ്റം കുറവായതുകൊണ്ട് ആ ഉള്ള സ്ഥലത്ത് മൊത്തം ഇങ്ങനെ തൊണ്ട് പൊതയിട്ട് അടുക്കിയിടും. എന്നിട്ടത് കുറെ നാൾ കഴിയുമ്പം ആ തൊണ്ടെടുത്ത് മാറ്റിയിട്ട് പിന്നെ വീണ്ടും പുതിയ തൊണ്ടിട്ട് കൊടുക്കും. ആ കുതിർന്ന തൊണ്ട് നമ്മളിങ്ങനെ ചെടി വെക്കുമ്പോ പോട്ട് നിറയ്ക്കാനായിട്ട് എടുക്കും, ഓർക്കിഡിന് വളമായിട്ട് എടുക്കും. അങ്ങനെയാ ചെയ്യുന്നത്. ഈ ചകിരിന്ന് ഇപ്പൊ നമുക്കിങ്ങനെ ചെത്തി എടുത്താൽ ചകിരിച്ചോറ് മേടിക്കേണ്ട കാര്യമില്ല. ഇതാകുമ്പോഴത്തേക്ക് ചട്ടിക്ക് വെയിറ്റ് കുറവായിരിക്കും. അത് നമ്മുടെ ശരിക്കുള്ള ഉണക്കത്തൊണ്ട് എടുത്തിട്ട് നമ്മൾ അരിഞ്ഞിടാൻ പാടില്ല. അതിനകത്തൊരു എന്തോ ഒരു അസിഡിറ്റി ഉണ്ട്. ആ ചെടി ചീത്തയായി പോകും. ഇതേപോലെ കുതിർന്ന് ചീത്തയായതുകൊണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലെ പിന്നെ ചകിരിച്ചോറ് മേടിച്ചിട്ട് ഇടണം. അന്ന് ഞാൻ കാശ് കൊടുത്ത് ചകിരിച്ചോറൊന്നും മേടിക്കാറില്ല. ഇങ്ങനെ തൊണ്ട് കുതിർത്തായിരിക്കുന്നത്. അപ്പൊ ചട്ടിക്ക് വെയിറ്റും കുറയും, എപ്പോഴും ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. എന്നും നനയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം ഇങ്ങനെ ചെത്തി വെച്ച തൊണ്ടാണ്. ഇത്രയും നമ്മൾ തൊണ്ടിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മള് മുറ്റം തൂത്തുവായിരുന്ന കരിയലേ ഇങ്ങനെ മാറ്റി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കുന്നേ. അപ്പൊ അത് കുതിർന്ന് വളമായിട്ടുണ്ട്. അത് ഇട്ടിട്ടുണ്ടേ. പരമാവധി ചട്ടിക്ക് വെയിറ്റ് കുറയ്ക്കാന്നുള്ളതാണ്. മതി. ഇത് ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്തേക്കുന്നതാണ്. കൂടുതലും ചാണകമാണ്, ലേശം മണ്ണ് ഇട്ടിട്ടുള്ളതില്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മണ്ണ് കൊടുക്കാം. ചട്ടിക്ക് അങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ല. ഇച്ചിരി കരിയല്ലേ അതിന് മാറ്റി കൊടുക്കുവാണ്. എന്നിട്ട് നമ്മള് കുഴിച്ചിടുമ്പോ ഇല തടയാതിരിക്കുന്നു. പിന്നെ വെള്ളം ഒഴിക്കുമ്പോ ഒന്ന് താഴും. ഇതിലേക്ക് നമുക്ക് ചെടി ഇട്ട് കൊടുക്കാം. ആ ചീത്തയായി പോയ സെയിം ചെടി തന്നെ ഇട്ട് കൊടുക്കാം. ഇതുണ്ടാവും. ഈ ചെടിയാണ് അതിൽ നിന്നിട്ട് ചീത്തയായി പോയത്.
അപ്പൊ നമുക്ക് ഈ ചെടിയുടെ തന്നെ കുറച്ച് തണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുറിച്ചെടുക്കുന്നത് ഇങ്ങനെ നിലത്തൊരു വന്ന് കിടക്കുന്ന അപ്പോഴൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതാണ് ചെടി. ഇതിന്റെ 2 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. ഒന്ന് ഇതും ഒന്നത് വാട്ടർമെലൺ പ്ലാന്റ് എന്നും കണ്ട ഇതിന് അറിയപ്പെടുന്നത്. അത് ഈ കളറിന് അങ്ങനെ അറിയപ്പെടുന്നത്. ഇതതിന്റെ വേറെ ഒരു വെറൈറ്റി. അപ്പൊ നമുക്ക് ഇതിലൊന്നാണ്. നമുക്ക് ആദ്യം ചട്ടിയൊന്നും നനച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെടികൾ ആദ്യമൊക്കെ ഇച്ചിരി ഇലങ്ങ് പറിച്ചു പറയാം. തുടക്കത്തില് 2-3 ഇല ഇങ്ങോട്ട് മുകളിലേക്കാണ്. അപ്പൊ നട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളേ. ഇനി വേറൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.